സാരംഗി ന്യൂസിലേക്ക് സ്വാഗതം. സംഗീതത്തിന്റെ മാസ്മരിക ലഹരി വിടർത്തിയ ഭാരതത്തിന്റെ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ ആർക്കും അനുകരിക്കുവാൻ കഴിയാത്ത ശബ്ദ സൗന്ദര്യത്തിന്റെ നിറകുടം. ഹിന്ദി, കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകളിൽ അനേകായിരം ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച അതുല്യ പ്രതിഭ. ശ്രോതാക്കളുടെ ഭാവഗായകനായ ജയചന്ദ്രൻ കളിത്തോഴൻ എന്ന ചലച്ചിത്രത്തിനു വേണ്ടി ആലപിച്ച മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്ന ഗാനം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഗാനമായിരുന്നു. ആ ഗാനം വളരെ ഹിറ്റായി മാറുകയും ചെയ്തു. കുഞ്ഞാലി മരക്കാർ എന്ന ചലച്ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച ഒരു മുല്ലപ്പൂമാലയുമായി എന്ന ഗാനം ആലപിച്ചെങ്കിലും അത് പുറത്തിറങ്ങിയില്ലായിരുന്നു. എസ് ബാബുരാജ്, വി ദക്ഷിണാമൂർത്തി, കെ രാഘവൻ, ഇളയരാജ്, എം ആർ രഘുമാൻ, കീരവാണി, എം ജയചന്ദ്രൻ തുടങ്ങിയ പ്രമുഖരായ ഇന്ത്യൻ സംഗീത സംവിധായകരുമായി വളരെ അടുത്ത് ഇടപഴകി 16,000-ൽ പരം ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. 1985-ൽ ജി ദേവരാജൻ സംഗീതം നൽകിയ ശ്രീനാരായണ ഗുരു എന്ന ചലച്ചിത്രത്തിലെ ശിവശങ്കര സർവ ശരണ്യ വിഭോ എന്ന ഗാനത്തിന് പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരുന്നു. 1966-ൽ തമിഴ്നാട്ടിലെ പാരി കമ്പനിയിൽ കെമിസ്റ്റായി ജോലി ചെയ്തിരുന്നു. 30 വർഷക്കാലം തമിഴ് സംഗീത ലോകത്ത് പ്രവർത്തിക്കുകയും തമിഴ് ഭാഷയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങളെ സമ്മാനിക്കുകയും ചെയ്തതിനാൽ തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി എന്ന പുരസ്കാരം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ തമിഴ്നാട്ടിൽ സർക്കാരിൽ നിന്നും നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം കൈവരിച്ചിരുന്നു. മലയാളക്കരയുടെ മണ്ണിൽ നിന്നും 6 പുരസ്കാരങ്ങളായിരുന്നു അദ്ദേഹം കൈവരിച്ചിരുന്നത്. വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവ മേളയിൽ മൃദംഗ വായന, ലൈറ്റ് മ്യൂസിക് എന്നിവയ്ക്ക് നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു. 1958-ൽ നടന്ന ആദ്യ സംസ്ഥാന യുവജനോത്സവ മേളയിൽ ജയചന്ദ്രൻ തന്റെ സമകാലികനായ യേശുദാസിനെ കണ്ടുമുട്ടുകയും മികച്ച ക്ലാസിക് ഗായകനുള്ള പുരസ്കാരം യേശുദാസ് കരസ്ഥമാക്കുമ്പോൾ അതേ വർഷം തന്നെ മികച്ച മൃദംഗ വിദ്വാനുള്ള അവാർഡും നേടുകയും ചെയ്തു. ഏകാന്ത പതികൻ ഞാൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹം തന്നെ എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1979-ൽ മധു നായകനായി അഭിനയിച്ച കൃഷ്ണപരന്ത് എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം അഭിനയിച്ചിരുന്നു. ഇതുകൂടാതെ ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, നഗക്ഷരങ്ങൾ, ട്രിവാൻഡ്രം ലോഡ്ജ് തുടങ്ങിയ ചലച്ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സംഗീതജ്ഞനായിരുന്ന രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയേറ്റ് സുഭദ്ര കുഞ്ഞമ്മയുടെയും 5 മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം. 1944-ൽ മാർച്ച് 3-ാം തീയതിയായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ചേന്ദമംഗലത്തെ പാലിയൻ സ്കൂൾ, ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ, ഇരിങ്ങാലക്കുടയിലെ നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിച്ചുകൂട്ടിയത്. പിന്നീട് ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും സുവോളജിയിൽ ബിരുദം നേടി ലക്ഷ്മി എന്ന മകളും ദിനനാഥ് എന്ന മകനുമാണ് ഉള്ളത്. മകനായ ദിനനാഥ് ഏതാനും ചലച്ചിത്രങ്ങളിൽ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2025-ൽ ജനുവരി 9-ന് പി ജയചന്ദ്രൻ നാദബ്രഹ്മത്തിൽ അലിഞ്ഞു ചേർന്നു. വടക്കൻ പറൂരിലെ ചേന്ദമംഗലത്തുള്ള അദ്ദേഹത്തിന്റെ തറവാട്ടു വീട്ടിൽ വെച്ച പൂർണ്ണ സംസ്ഥാന ബഹുമതികളോട് കൂടി അദ്ദേഹത്തെ സംസ്കരിച്ചു. ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഈ നാദ സൗന്ദര്യത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് സാരംഗി ന്യൂസ്.